അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഏകദേശം ക്യാരിയറൊക്കെ മുഴുവൻ വെച്ച് കഴിഞ്ഞ് ക്യാരിയറും അതിനെ ഒരു കവറും അടിച്ചു, സ്റ്റിക്കറും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടീൻ്റെ ബേക്കിൽ ക്യാരിയറും പിടിപ്പിക്കാൻ പോകണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ ഊരിയിടുവാണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്യാരിയർ നമ്മൾ ഊരി കളഞ്ഞിട്ടുണ്ട്. ആ പോർഷനിലേക്കാണ് നമ്മുടെ പുതിയ ക്യാരിയർ വെക്കാൻ പോകുന്നത്. നമ്മൾ പഴയ ക്യാരിയർ ഊരിയ ഈ പോർഷൻസ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ 1 2 3 4 ഹോൾസിലേക്കാണ് നമ്മളിപ്പോൾ ക്യാരിയർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്ന് ബാറ്ററി ഒക്കെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. കാരണം വെൽഡ് ചെയ്യേണ്ടതായതുകൊണ്ട് നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തില്ലെങ്കിൽ ഫ്യൂസ് കാണുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളിപ്പോൾ ഒരു ബോക്സി ഷേപ്പോടെ ഫ്രെയിം അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നേരെ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് ഫിക്സ് ചെയ്യാനാണുള്ളത്. നമുക്ക് ക്യാനൊക്കെ വെക്കാൻ പാകത്തിന് ഒരു പോർഷൻ കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആ ബേക്കിൽ സ്ക്രൂ വന്നിരുന്ന പോർഷനിലാണ് ഇപ്പം അവിടെ ക്ലാമ്പ് കൊടുത്തിട്ട് അതിലേക്ക് സപ്പോർട്ട് ചെയ്ത് ക്യാരിയർ പിടിപ്പിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അബദ്ധം പറ്റിയിരുന്നു. നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യണം. കാരണം ടാങ്കിൻ്റെ ആ പോർഷൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആ സ്പാർക്ക് വേണ്ടിയിട്ട് വേറെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു നനഞ്ഞ തുണി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേക്കിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ബോക്സ് എടുത്തിട്ട് അവിടേക്ക് നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്ത് വെച്ചിരുന്ന ആ ക്ലാമ്പിലേക്ക് പിടിപ്പിക്കാൻ പാകത്തിന് മാർക്ക് ചെയ്ത് അതിലേക്ക് ഫിക്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു പോർഷനിലേക്ക് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാമെന്നാണ്. അവിടെ വെൽഡ് ചെയ്ത് ഏകദേശം വാട്ടർ ലെവലൊക്കെ നോക്കി നമ്മൾ ലെവൽ ഇതാണ് വെൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് വെയിറ്റ് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്ത് ബേക്കിൽ സെറ്റ് ചെയ്യുന്നത്. ബാറ്ററി കിട്ടും. ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിയിലേക്ക് ഒരു ബാലൻസ് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് വരുമ്പോൾ തൂങ്ങിപ്പോകാൻ അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പം പറഞ്ഞു പോയാ നമുക്കിതിൻ്റെ ബേക്കിലേക്ക് വരുന്ന വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അടിയിൽ ആ ക്രാഷ് കാർഡിലേക്ക് ചേർത്ത് ഒരു സ്ക്രൂ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് സ്ക്രൂ ആണ് ചെയ്യുന്നത്. എവിടെയും വണ്ടിയിലേക്ക് നമ്മൾ ഡയറക്റ്റ് എവിടെയും വെൽഡ് ചെയ്ത് ചെയ്യുന്നില്ല. വണ്ടിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന മുഴുവൻ നെറ്റിൽ ബോൾട്ടിലായിട്ട് കണക്ട് ചെയ്യാനാണ് പ്ലാൻ. കാരണം നമുക്കിപ്പോൾ ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഊരേണ്ടി വന്നാൽ ഊരാൻ പാകത്തിന് നമ്മൾ വണ്ടിയിലേക്ക് ചെറിയൊരു മൊബൈൽ ചാർജറും കൂടി സെറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. മറ്റേ ചാർജറും അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡറുള്ള ടൈപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. USB ചാർജർ വരുന്നത്. അതിപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് ബേക്കിലേക്ക് ചാരാനും കൂടിയുള്ള സെറ്റപ്പായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മിററിൻ്റെ ആ സ്ക്രൂവിലോ അവിടെ എവിടെയെങ്കിലും ചാർജർ കൊടുക്കാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ചാർജിങ് ഒരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മൊബൈലോ അങ്ങനത്തെ അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ചാർജ് ചെയ്യാൻ ഫ്രണ്ടിൽ ചാർജർ കൊടുക്കാം. നമ്മുടെ ക്യാരിയർ ഏകദേശം ഇവിടെ ഒരു ബോക്സി ഷേപ്പിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ക്യാരിയർ ബോക്സിൻ്റെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഫ്രെയിം അടിച്ച് നമ്മൾ സെറ്റാക്കിയേക്കുന്നത്. ഈ ചാർജറാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കുന്നത്. ഇതിൽ USB ചാർജറും ഉണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഹോൾഡറും വരുന്ന ടൈപ്പാണ്. നമ്മൾ ഫ്രണ്ടിലൊരു ക്രോസ് ആയിട്ടൊരു കൊടുത്തിട്ടാണ് അതിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ മോൾ സൈഡിൽ നമ്മളൊരു പട്ട കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് GI ഷീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫുള്ള് നമ്മുടെ മെറ്റീരിയൽ GI മെറ്റീരിയലാട്ടോ. നമുക്ക് റെസ്റ്റ് പിടിക്കലൊക്കെ കുറവായിരിക്കും GI ആയതുകൊണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ ഇത്രയും ഏരിയ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫുൾ ബാഗ് കൊള്ളും. അതിൽ ഇനിയും സ്പേസ് ഉണ്ട്. ഏകദേശം 50 ലിറ്ററിൻ്റെ അടുത്ത് സ്പേസ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ഡോറ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ ഈസി ആയിരിക്കും ബാക്കിലായതുകൊണ്ട് ഡോറ്. ഫുള്ളായിൽ ഡോറിലും GIൻ്റെ തന്നെ ഒരു ഗ്രില്ലാണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പെട്രോൾ വെക്കാൻ വേണ്ടി ക്യാനിനുള്ളൊരു സ്പോട്ടും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ബാഗോ അല്ലെങ്കിൽ വാട്ടർ ക്യാൻ വെക്കാൻ പാകത്തിനൊരു സൈഡ് പോർഷനും കൂടി കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളിത് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലൊരു ലെയർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാം. കണ്ടോ, ഈ പട്ടിക്കൂടിന് പോലും പെയിൻ്റ് അടിക്കാത്ത ആദ്യമാണ് ഇവിടെ നിന്ന് പെയിൻ്റ് അടിക്കുന്നത്. പട്ടിക്കൂട് വരാനുണ്ട്, വേണമെങ്കിൽ കോഴിക്കോട് പറയാം കേട്ടോ. നമ്മുടെ പെയിൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ പൗച്ച് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്പോൾസ്ട്രി ഷോപ്പിൽ വന്നതാണ്. പുൽപ്പള്ളിയിൽ തന്നെ താഴങ്ങാടിയിലുള്ളൊരു വെസ്റ്റേൺ എന്ന് പറഞ്ഞ ഷോപ്പിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളിതിവിടെ ബോക്സ് കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ചേട്ടനിവിടെ ബാക്കിൽ നമുക്ക് ചാരുന്ന ഏരിയയിൽ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ ഗ്രില്ല് തട്ടുന്നുണ്ടായിരുന്നു നമ്മളല്ലാതെ ചാരുമ്പോൾ. അപ്പോൾ അവിടെ ഫോം വെച്ച് 2 ലെയർ ഫോം വെച്ചിട്ടുണ്ട്. പിന്നെ പൗച്ചും അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒരു ഇതാണ്, സിബൊക്കെ വെച്ചിട്ട് നമുക്ക് ഓട്ടോയിൻ്റെ ഒക്കെ ആ ഷീറ്റ് വരുന്ന ആ മെറ്റീരിയൽ കൊണ്ടാണ് നമുക്ക് അടിച്ച് തന്നേക്കുന്നത്. അതിൽ നമുക്ക് ഇച്ചിരി വർക്കും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിൽ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് ഒരു ടൈ ആണ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കൂടി ഉണ്ട്. ചേട്ടൻ അളവെടുത്ത് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പോർഷൻ വരുമ്പോൾ 2 ലെയർ ഫോം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറം വേദന കുറയ്ക്കാൻ പറ്റും. നമുക്ക് ചാരി ഇരുന്ന് ബേക്കിലിരിക്കുന്നവർക്ക് ചാരി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ചെയ്തു തരാമെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഈ ചേട്ടനാണ് നമുക്ക് മുഴുവൻ ചെയ്ത് തന്നേക്കുന്നത്. നമ്മൾ പുൽപ്പള്ളിയിൽ കുറേ നടന്നിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ നമ്മൾ സീറ്റ് അടയ്ക്കുന്ന പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പോർഷനിൽ നമുക്ക് സീറ്റ് അടയ്ക്കാൻ പറ്റില്ല. ചേട്ടനിവിടെ ഏകദേശം അളവെടുത്ത് ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയാൽ മതി. ആ പൗച്ചിലേക്ക് സ്റ്റിച്ച് ചെയ്ത് തരും ചേട്ടനിപ്പോൾ ഇത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബോക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 4 സൈഡിൽ നമ്മളിങ്ങനെ സ്ട്രാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ അന്നേരം വ്യത്യാസം വരുത്താമെന്ന് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് ആ പെട്രോൾ ക്യാൻ വെക്കാനുള്ള പോർഷൻ അടിയിലേക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കിങ്ങനെ ടേബിളിലൊന്നും വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പെയിൻറ്റിങ് ഡപ്പ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇട്ട് നോക്കുന്നത്. ഇപ്പോൾ ഏകദേശം കറക്റ്റാണ്, സൈസൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. ചേട്ടൻ അളവെടുത്തായിരുന്നു സ്റ്റിച്ച് ചെയ്തത്. ഏകദേശം നമുക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുക. നമ്മൾ ഈ സ്ട്രാഫ് ടൈ ചെയ്യുന്നത് നമുക്ക് ഈ നമ്മുടെ ഗ്രില്ലിൻ്റെ അടിയിൽ പോർഷനുണ്ട്, അതിലേക്കാണ് നമ്മളത് ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് അഴിക്കാനൊക്കെ ഈസി ആയിരിക്കും. നമുക്ക് 4 സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാരിയർ പിടിപ്പിച്ച് കഴിഞ്ഞ് ഏകദേശം ഫുൾ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് പിടിപ്പിച്ചേക്കുന്നത്. അതിൻ്റെ പുറമെ നമ്മൾ കവറടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്നും സെയിം ഇന്നലത്തെ അവസ്ഥ തന്നെയാണ്. നമ്മൾ പൗച്ച് അടിക്കാൻ നടന്നപ്പോൾ കുറേ സ്ഥലത്ത് നടന്ന പോലെ തന്നെ ഇന്നിപ്പോൾ സ്റ്റിക്കർ വർക്കിന് വന്നപ്പോഴും ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വന്നു. എല്ലായിടത്തും ചെന്നപ്പോഴും എല്ലായിടത്തും ബിസിയാണ്. അല്ലെങ്കിൽ ഈ ടൈപ്പ് സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ട് നമ്മളപ്പം ഇന്നിപ്പോൾ ഈ ബത്തേരി വിൻറ്റേജ് സ്റ്റിക്കർ വർക്ക്സിലെത്തിയേക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടന് തിരക്കുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം അർജൻറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൗച്ച് ഊരിയെടുത്തിട്ട് ആ പൗച്ചിൽ സ്റ്റിക്കർ ചെയ്യാനാണ് വിചാരിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ വണ്ടിയിൽ തന്നെ വെച്ച് ചെയ്യാനാണ്. ആ ഗ്രില്ലായത് കാരണം ഒട്ടിക്കുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ആ പൗച്ച് ഊരി ഉള്ളിലേക്ക് വന്ന് ഇവിടെ ടേബിൾ വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ കൂടുതലും വൈറ്റ് കളറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം വൈറ്റ് ഗ്ലോസി പേപ്പറിൽ നമ്മൾ പ്ലോട്ടറിൽ കട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാവുമെന്ന് നോക്കി നോക്കാം. ഈ സ്റ്റിക്കർ വർക്കിൽ ഏറ്റവും പാടുള്ള പണി ഇതാണ്. ഇപ്പോൾ നമുക്ക് പ്ലോട്ടറിൽ കട്ട് ചെയ്തിട്ട് എന്നുള്ള സ്റ്റിക്കറിൽ അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഇത് ഇച്ചിരി ക്ഷമ വേണ്ട പണിയാണ്. കാരണം നമ്മളത് പൊളിച്ചെടുക്കുമ്പോൾ നോക്കി പൊളിച്ചില്ലെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള പോർഷൻ അടക്കം കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്.
നമ്മളിപ്പോൾ ഹൈക്കോബോസ് എന്നുള്ള പേര് ഈ ഗ്രീൻ കളറിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേര് ഇതിൽ പ്ലോട്ടറിൽ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനതിൻ്റെ ഔട്ട്ലൈൻ ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ബാക്ക്ഗ്രൗണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഷീറ്റിലേക്ക് ഒട്ടിക്കാം. ഇപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരും പിന്നെ 28 സ്റ്റേറ്റ് 6 യൂണിയൻ ടെറിട്ടറി 30,000 കിലോമീറ്റർ എന്നുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇന്ത്യൻ്റെ ഒരു ഭൂപടം മാപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ കോഴിക്കോട് ഡെക്കാത്തലോണിൽ പോയിട്ട് ടെൻ്റൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ കോഴിക്കോടിന് പോവാണ്. നമ്മളിന്നൊരു ചേഞ്ചിന് പനാരം വഴി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് ഡെക്കാത്തലോൺ എത്തിയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഏകദേശം ക്യാരിയറൊക്കെ മുഴുവൻ വെച്ച് കഴിഞ്ഞ് ക്യാരിയറും അതിനെ ഒരു കവറും അടിച്ചു, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് വന്നാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇച്ചിരി ലേറ്റായിട്ടായിരുന്നു, ഇന്നലെ നൈറ്റായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ പിന്നെ വീഡിയോ ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ക്യാരിയർ. ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാൻ വേണ്ടി ഒരു സ്പേസും ഇപ്പുറത്ത് ഫ്യൂൽ എക്സ്ട്രാ ക്യാൻ വെക്കാൻ വേണ്ടിയിട്ടും സ്പേസ് ഉണ്ട്. അപ്പം ഇന്നത്തെ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. തൊപ്പി ഫോർ മീ, ഹെയർ സ്റ്റാപ്പ് 2 വീട് കാണുന്നുണ്ട്. 2 തൊപ്പി വാങ്ങി, 2 സ്കാർഫ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 സ്ലീവ്സ് ആം കവർ 2 വീതം 2 ജോഡി വീതം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവനെ കുറച്ച് ബനിയനും ട്രൗസറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ചെരുപ്പ് വാങ്ങിയാണ്. പിന്നെ 2 സ്ലീപ്പിംഗ് മാറ്റുകൾ വാങ്ങിയിട്ടുണ്ട്, ഫോമിൻ്റെ സ്ലീപ്പിംഗ് മാറ്റുകൾ. പിന്നെ വാങ്ങിയത് 3 പേർ കിടക്കാൻ പറ്റുന്ന ടെൻ്റാണ്. 3 പേരുടെ ടെൻറ്റ്. 2 പേർക്ക് ഓരോ റെയിൻ കോട്ടിൻ്റെ ജാക്കറ്റ് മാത്രമായിട്ട് വാങ്ങിയിട്ടുണ്ട്. എത്ര സാധനമാണ് നമ്മൾ ഇന്ന് വാങ്ങിയത്. ഇതാണ് നമ്മൾ വാങ്ങിയ ടെൻറ്റ്. നമ്മളത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. 3 പേര് കിടക്കാവുന്ന ടെൻറ്റാണ് വാങ്ങിയത്. ഇതിന് ഏകദേശം 3000 രൂപകളായിട്ടോ നമുക്ക് ചിലവ്. നമ്മൾ കോഴിക്കോട് പോയാണ് പർച്ചേസ് ചെയ്തത്, ഓൺലൈൻ അല്ല. കാരണം ഓൺലൈൻ വരുന്നതിന് പലതിനും കംപ്ലയിൻറ്റ്സ് ഉണ്ടെന്ന് കേട്ടു. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഉള്ളിലെ സ്പേസ് കാണിച്ചു തരാം. ഇപ്പോൾ 2 മാറ്റാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 2 പേര് എന്നിട്ടുണ്ടോ ഉള്ളിൽ എന്തോ ഒരു സ്പേസാണ്. 3 പേർക്കില്ല, 4 പേർക്ക് സുഖമായിട്ട് താമസിക്കാം, അതിൽ കിടക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ 3 പേർക്ക് നമ്മളിപ്പോൾ കുറച്ച് വലിയ ടെൻറ്റ് വാങ്ങാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. ബാഗും നോക്കാം, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നനയാതിരിക്കാൻ വേണ്ടി. ഇത് വാട്ടർ പ്രൂഫാണ്, സോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് വെക്കാനുള്ള ഐറ്റംസാണ് വാങ്ങാനുള്ളത്. ഗ്യാസ് സ്റ്റൗ, പാത്രങ്ങൾ, പിന്നെ നമുക്ക് വേണ്ട ഒരു ഫോഗ് ലാമ്പും കൂടി വണ്ടിയിൽ വെക്കാനുണ്ട്. ബാക്കി എല്ലാ പണിയും തന്നെ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പണിയൊക്കെ തീർത്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.